ഹായ്, നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് കുറേ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരൊക്കെ വന്നിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട്, അല്ലാതെ കോളേജസിനെ പറ്റി അറിയാൻ വേണ്ടി കുറേ പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ എല്ലാം സംശയം, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സംശയം നേഴ്സിംഗ് ഏത് കോളേജാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്നതും എല്ലാ വർഷവും അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നതും നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നതും നേഴ്സിങ്ങിനെ പറ്റിയാണ്. ഏതാണ് ഏറ്റവും നല്ല കോളേജ്, എവിടെ പഠിച്ചാലാണ് ഏറ്റവും നല്ല വാല്യൂ കിട്ടുക, എത്ര രൂപ ഫീസാവും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേഴ്സിംഗ് ചൂസ് ചെയ്യുമ്പം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം അത് മാത്രമല്ല വേണ്ടത്. നമുക്ക് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന കോളേജാണോ എന്ന് നോക്കുക. അതേപോലെ തന്നെ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നൽകുന്ന ക്യാമ്പസുകളാണോ എന്ന് നോക്കണം. നല്ല ഫാക്കൽറ്റീസ് ആണോ അവർക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, നല്ല ലാബ് ഫെസിലിറ്റീസ് ഉള്ള ക്യാമ്പസുകളാണോ എന്നൊക്കെ നോക്കാം. നിങ്ങൾ നേഴ്സിംഗ് ഇപ്പം മെഡിക്കൽ കോളേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 lakh എബോ ഒക്കെ ഫീസ് പോകുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ ഒരു ഫീസ് അഫോർഡബിൾ അല്ല. കാരണം ലോണൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സുകളുണ്ട്. അപ്പോൾ ഇവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയുള്ള ക്യാമ്പസുകൾ ഒരു 7 lakh റേഞ്ചിലൊക്കെ ആയിരിക്കും ഫീസ് വരിക. 7-8 lakh ഒക്കെ റേഞ്ചിലായിരിക്കും ഫീസുകൾ വരിക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, ലേറ്റ് ആവും തോറും ഈ പറഞ്ഞ ബഡ്ജറ്റിലുള്ള ക്യാമ്പസുകൾ പെട്ടെന്ന് തന്നെ സീറ്റുകൾ ക്ലോസ് ആവും. കാരണം ഒരുപാട് പേരും മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന ആളുകൾ തന്നെയാണ്. അപ്പം ഇവർക്ക് ഒക്കെ കുറേയും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമ്പസുകളിൽ പോലും സീറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതിന് മുന്നേ ഏറ്റവും നല്ല കോളേജസ് നേരത്തെ തന്നെ മനസ്സിലാക്കി അവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റി അറിഞ്ഞ് നമ്മളവിടെ അഡ്മിഷൻ നേരത്തെ തന്നെ കൺഫേം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നേഴ്സിംഗ് പഠിക്കാൻ ഉറപ്പിച്ചേക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമുക്ക് നേരത്തെ തീർത്ത് വെക്കാം. നിങ്ങൾ നേരത്തെ വന്ന് നല്ല കോളേജസ് നേരിട്ട് കണ്ട് മനസ്സിലാക്കി അഡ്മിഷൻ കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർക്ക് വരുന്ന അല്ലെങ്കിൽ മംഗലാപുരത്തോ ഒക്കെ വരുന്ന താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നേഴ്സിംഗ് അഡ്മിഷൻ നോക്കി മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ ഒന്ന് വിളിക്കുക. നമ്മൾ അതിന് മുന്നേ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞങ്ങളുടെ ടീം നിങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തന്നതിന് ശേഷം ഡയറക്റ്റ് പോയി കോളേജ് കണ്ട് അഡ്മിഷൻ എടുക്കാനുള്ള, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അവിടെ എങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ അഡ്മിഷൻ അവർ കൺഫേം ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നേഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കുക. പിന്നെ നോക്കാമെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ വരുത്തുള്ളൂ. പിന്നീട് വരുന്ന ഫീസ് തനിയെ ഓരോ കോളേജസും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും സീറ്റുകൾ കുറയുന്നതനുസരിച്ച്. അപ്പോൾ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കുട്ടികളുടെ പേരൻസിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് താമസിപ്പിക്കേണ്ട. മാക്സിമം നേരത്തെ നിങ്ങളുടെ കോളേജ് കണ്ട് മനസ്സിലാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്ന്, എല്ലാ അംഗീകാരങ്ങളും ഉണ്ടോ എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി അവിടെ ഒരു സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്ത് വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാ സംശയത്തിനും നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളുടെ ടീം ആയിട്ട് സംസാരിക്കുക. അവർ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങളുടെ അഡ്മിഷൻ അവർ കൺഫേം ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.